അപ്പുറത്തേക്കിനി കണ്ണൂരിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. കണ്ണൂരിൽ നേരത്തെ കോൾടെക്സിന് മുമ്പിലൊക്കെ വളരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഹർത്താൽ അനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് നീക്കുന്നതൊക്കെ കണ്ടതാണ്. ബിജീഷ്, ഇപ്പോൾ കണ്ണൂരിൽ ഇപ്പോൾ മറ്റിടങ്ങളിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ടോ? പൊതുവെ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടോ? എന്താണ് സ്ഥിതി? യെസ്, ബിജീഷിലേക്ക് വരാം. അപ്പോൾ കണ്ണൂരിലും വലിയ പ്രതിഷേധം തന്നെയാണ് ഹർത്താലിന്റെ ഭാഗമായി നേരത്തെ അടക്കമുണ്ടായിരുന്നത്. കാൾടെക്സിൽ ഹർത്താൽ അനുകൂലികൾ റോഡിൽ കുത്തിയിരുന്ന വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് പോലീസ് അവരെ ബലമായി അവിടെ നിന്ന് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അപ്പോൾ ഈ അഞ്ചരക്കണ്ടി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലടക്കം ഏത് രീതിയിലാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്? നേരത്തെ കടകളൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കടകൾ അടപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? സാധാരണ ബസ്സുകളടക്കം, സ്വകാര്യ ബസ്സുകളടക്കം സർവീസ് നടത്തുന്നുണ്ടോ? ജനങ്ങളുടെ യാത്രയെ ബാധിക്കുന്നുണ്ടോ? തുടങ്ങിയ വിവരങ്ങളാണ് അറിയേണ്ടത്. ബിജീഷ്, കണ്ണൂരിൽ ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? സ്വകാര്യ ബസ്സുകളൊക്കെ നിലവിൽ സർവീസ് നടത്തുന്നുണ്ടോ? ഹർത്താൽ അനുകൂലികളുടെ പ്രതിഷേധം ജില്ലയുടെ മറ്റിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ജിൽസി, കണ്ണൂരിൽ സ്വകാര്യ ബസ്സുകൾ ഒരു വിഭാഗം ഇന്ന് സർവീസ് നടത്തിയിട്ടേയില്ല. രാവിലെ മുതൽ ഈ ബസ്സുകൾ ഓടാത്തത് കാരണം പല മേഖലകളിലും ജനങ്ങളുടെ യാത്രാ ബുദ്ധിമുട്ട് വലിയ തരത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂരിലും അതുപോലെ തന്നെ പയ്യന്നൂരിലും പഴയങ്ങാടിയിലുമാണ് വലിയ തോതിലുള്ള പ്രതിഷേധം രാവിലെ അരങ്ങേറിയത്. കണ്ണൂരിൽ കാൾടെക്സ് ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധം. അവിടെ പ്രവർത്തകർ ഒരു 10-15 മിനിറ്റ് നേരം റോഡ് ദേശീയപാത ഉപരോധിച്ചു. പൂർണ്ണമായിട്ടും ഗതാഗതം സ്തംഭിച്ചിരുന്നു. സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ KSRTC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് ഈ ഘട്ടത്തിൽ ഒരു 15 മിനിറ്റോളം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പയ്യന്നൂരിലും സമാനമായ രൂപത്തിലാണ് പ്രതിഷേധം നടന്നത്. പെരുമ്പ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പ്രതിഷേധം. അവിടെയുള്ള കടകളും ഈ ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചിട്ടുണ്ട്. പഴയങ്ങാടിയിലും ഹർത്താൽ അനുകൂലിയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിൽ ടൗണിൽ പ്രകടനവും ഒപ്പം തന്നെ റോഡ് ഉപരോധവും നടന്നിരുന്നു. ഏതായാലും ഈ പ്രവർത്തകരെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മറ്റ് അക്രമ സംഭവങ്ങളൊന്നും ഏത് ഭാഗത്തുനിന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ജനജീവിതത്തെ കാര്യമായ തരത്തിൽ തന്നെ ഇന്നത്തെ ഈ ഹർത്താൽ ബാധിച്ചിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകൾ ഇന്ന് ഹർത്താൽ ദിനത്തിലും സർവീസ് നടത്തുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നതെങ്കിലും സ്വകാര്യ ബസ്സുകളുടെ ഒരു വിഭാഗം റോഡിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുന്നത് ജനങ്ങളുടെ യാത്രാ സംവിധാനത്തെ വലിയ തരത്തിൽ തന്നെ ബാധിക്കുന്നുണ്ട്. ജിൽസി, ശരി. അപ്പോൾ കണ്ണൂരിൽ നേരത്തെ തന്നെ ഒരു വിഭാഗം സ്വകാര്യ ബസ് ജീവനക്കാർ ഹർത്താലിനോട് അനുകൂലമായി തന്നെ പണിമുടക്കായിരുന്നു. അതിനപ്പുറത്തേക്ക് ഹർത്താൽ സാധാരണക്കാരുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ബിജീഷ് ഗോവിന്ദൻ നൽകിയതിന്